നമുക്കിന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ തുടക്കം കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് എടുത്ത് മാരിനേറ്റ് ചെയ്യാം. ടേമറിക്, ചില്ലി, സോൾട്ട് ആൻഡ് ലൈം വെച്ചിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചിക്കൻ വരെ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തിടുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ കുറച്ച് ഓനിയൻ എടുത്തിട്ട് നമുക്ക് നെയ്യിൽ സോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഗാർണിഷ് ചെയ്യാനും പിന്നെ ഇടയ്ക്കൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓനിയൻസ് നമ്മളൊന്ന് നെയ്യിൽ സോട്ട് ചെയ്ത് ഈ സമയം കൊണ്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമ്മളിപ്പോൾ ഈ നെയ്യ് ഒഴിച്ച് ഒനിയൻ സോട്ട് ചെയ്യാനെടുത്ത് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് എല്ലാം കൂടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ബിരിയാണി ഇപ്പം നമുക്ക് പല സ്റ്റൈലിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് റൈസിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്, ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പ്രോൺസ് ബിരിയാണി നമുക്ക് ഡയറക്റ്റ്ലി വേണേൽ റൈസിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എനിക്ക് കുറച്ചും കൂടി ഈ ഫ്രൈ ചെയ്ത വേർഷനാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഇത് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് നമ്മൾ റൈസ് എല്ലാം കുക്കായി കഴിഞ്ഞ് ലാസ്റ്റ് മുകളിൽ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊഞ്ചൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നു കഴിയുമ്പം നമ്മുടെ ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാം. ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയാണ് ഗ്രീൻ പേസ്റ്റ്. അതിനായിട്ട് ഹോൾ സ്പൈസസ് എല്ലാം നമ്മൾ എടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒരു പച്ച കളർ പേസ്റ്റ് പോലെ അരച്ചു വെക്കണം. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ മെയിൻ റൈസിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പം കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുക്കർ എടുക്കാം, അല്ലെങ്കിൽ വേറെ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുക്കുന്നത്. സോ കുക്കർ എടുത്തിട്ട് സ്വല്പം നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കും. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറായി തുടങ്ങാൻ നേരം നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത് ആ ഗ്രീൻ പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. ആ പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ തുടക്കം പ്രോൺസ് വറക്കാൻ നേരത്ത് കുറച്ച് മസാലാസ് ഇട്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ റൈസിനൊരു പ്രോൺസിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ റൈസിൽ കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചും അതിൻ്റെ തലയുടെ കുറച്ച് പീസസ് ഒക്കെ ആയിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഇട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി. നമുക്ക് ഈ പോയിന്റിൽ വേണമെങ്കിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഞാൻ എപ്പോഴും ഡബിൾ ദ ക്വാണ്ടിറ്റിയാണ് എടുക്കാറ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് മുട്ട ചെക്കിയതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസും കൂടി ഇട്ടിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കൊരു എഗ്ഗിൻ്റെ ഫ്ലേവറും കിട്ടും, പ്രോൺസിൻ്റെ ഫ്ലേവറും കിട്ടും. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്.